വിശകലനം. ദുരന്തഭൂമിയിലെ ദൈവം. ടി.കെ.എം. ഇക്ബാൽ. ദൈവം സർവജ്ഞനും കാരുണ്യവാനുമാണെങ്കിൽ എന്തുകൊണ്ട് മഹാമാരികളും പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടാവുന്നു? എന്തുകൊണ്ട് നിരപരാധികളായ മനുഷ്യർ കൊല്ലപ്പെടുന്നു? സർവശക്തനായ ദൈവം എന്തുകൊണ്ട് ഇതൊന്നും തടയുന്നില്ല? കൊറോണ വന്നപ്പോഴും ഉരുൾ ദുരന്തം സംഭവിച്ചപ്പോഴും യുക്തിവാദികൾ എന്ന് വിളിക്കപ്പെടുന്ന നമ്മുടെ നാട്ടിലെ നാസ്തികർ ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യമാണിത്. ദൈവം മിഥ്യയാണ്. ദുരന്തങ്ങൾ വരുമ്പോൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വിശ്വാസികൾ മണ്ടന്മാരാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് അവർ ഈ ചോദ്യം ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചോദ്യമാണ്. ജീവിതത്തിൽ കടുത്ത പ്രതിസന്ധികളും യാതനകളും അനുഭവിക്കുന്ന നിമിഷങ്ങളിൽ ചില വിശ്വാസികൾ പോലും സ്വയം ചോദിച്ചേക്കാവുന്ന ചോദ്യം. ഭൂമിയിലെ ദുഃഖവും ദുരിതവും തിന്മയും അനീതികളും ദൈവത്തിൻ്റെ കാരുണ്യവുമായി എങ്ങനെ പൊരുത്തപ്പെടുമെന്ന ചോദ്യം നിരവധി തത്വചിന്തകന്മാർ ഉന്നയിക്കുകയും ദൈവാസ്തിക്യത്തിന് അനുകൂലമായും പ്രതികൂലമായും വാദങ്ങൾ നിരത്തുകയും ചെയ്തിട്ടുണ്ട്. ദൈവനീതിയെക്കുറിച്ച ചർച്ചകൾ ആധുനിക പാശ്ചാത്യ തത്വചിന്തയിൽ ധാരാളമായി കാണാൻ കഴിയും. ആധുനികരും പൂർവികരുമായ നിരവധി ഇസ്ലാമിക ക്രൈസ്തവ ചിന്തകന്മാരും പണ്ഡിതന്മാരും ഈ വിഷയം കൈകാര്യം ചെയ്തിട്ടുണ്ട്. വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിൻ്റെയും നാസ്തിക വിമർശനങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഈ വിഷയത്തിലുള്ള ഇസ്ലാമിൻ്റെ നിലപാട് സാമാന്യമായി പരിശോധിക്കാനാണ് ശ്രമിക്കുന്നത്. ഏത് ദുരന്തഭൂമിയിലുമെന്ന പോലെ വയനാട്ടിലും ദുരന്തം സംഭവിച്ച നിമിഷം മുതൽ ധാരാളം മനുഷ്യർ സേവന സന്നദ്ധരായി ഓടിയെത്തുകയുണ്ടായി. സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ടാണ് അവർ കർമ്മസജ്ജരായത്. ഇവരിൽ ഏറിയ പങ്കും മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള മതവിശ്വാസികളായിരുന്നു. ദൈവം സർവജ്ഞനും സർവശക്തനും കാരുണ്യവാനുമാണ് എന്ന് വിശ്വസിക്കുന്നവർ. എന്നിട്ടും ദൈവം നേരിട്ട് ഇടപെട്ട് ദുരിതബാധിതരെ രക്ഷിക്കുന്നതും കാത്ത് അവർ വെറുതെ ഇരുന്നില്ല. അവരുടെ ചുണ്ടുകളിൽ ദൈവത്തോടുള്ള പ്രാർത്ഥനകളുണ്ടായിരുന്നു. പക്ഷേ പ്രാർത്ഥനയെ മാത്രം അവലംബിച്ച് അവർ കർമ്മരഹിതരായില്ല. നാസ്തികരുടെ ലളിതയുക്തി ഇതിന് കണ്ടെത്തുന്ന വിശദീകരണം, തങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സഹായത്തിനെത്തുമെന്ന് വിശ്വാസികൾക്ക് തന്നെ പ്രതീക്ഷയില്ലാത്തതുകൊണ്ടാണ് അവരതിന് കാത്തിരിക്കാത്തത് എന്നായിരിക്കും. സ്വന്തം ബുദ്ധിയിൽ നിന്നും ഭാവനയിൽ നിന്നും തങ്ങളുടേതായ ഒരു ദൈവത്തെ മെനഞ്ഞെടുക്കുകയും എന്നിട്ട് ദൈവം തോറ്റേ എന്ന് വിളിച്ചു കൂവുകയുമാണ് നാസ്തികരുടെ രീതി. അവരുടെ കാഴ്ചപ്പാടിലുള്ള ദൈവം ദുഃഖം, ദുരിതം, രോഗം, വേദന ഇവയിൽ നിന്നൊക്കെ മനുഷ്യരെയും ഇതര ജീവജാലങ്ങളെയും രക്ഷിക്കാൻ വേണ്ടി സദാ സന്നദ്ധനായി നിൽക്കുന്ന ഒരു ദൈവമാണ്. മനുഷ്യരുടെ ഭൗതികമായ ആവശ്യങ്ങൾ അവരുടെ പ്രതീക്ഷക്കൊത്ത് നിവർത്തിച്ചു കൊടുക്കുന്ന സേവകൻ. പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ മാന്ത്രിക വടി ചുഴറ്റി ദൈവം ഇറങ്ങി വരണം. അങ്ങനെയൊരു ദൈവം മാത്രമേ സർവജ്ഞനും കാരുണ്യവാനുമാകാൻ പറ്റൂ. അത്തരമൊരു ദൈവത്തെ ദുരന്ത ഭൂമികളിൽ കാണാനോ അനുഭവിക്കാനോ കഴിയുന്നില്ലെങ്കിൽ ദൈവം ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. തീർന്നു. വിശ്വാസികൾ ദുരന്തഭൂമിയിലേക്ക് സേവന സന്നദ്ധരായി ഓടിയെത്തുന്നത് ദൈവസഹായത്തിൽ പ്രതീക്ഷയില്ലാത്തതുകൊണ്ടല്ല. ജനസേവനം ദൈവാരാധനയുടെ ഭാഗമാണെന്ന് അവർ നിരന്തരം പഠിപ്പിക്കപ്പെടുന്നതുകൊണ്ടാണ്. അവരുടെ ചിന്തയിലും ബോധത്തിലും സംസ്കാരത്തിലും അതുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലെ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ദൈവവും ദൈവത്തിൻ്റെ പ്രവാചകനും പറഞ്ഞുകൊടുത്ത അർത്ഥങ്ങളും വിശദീകരണങ്ങളുമുണ്ട്. ദൈവത്തിൽ വിശ്വാസമില്ലാത്ത നാസ്തികർക്ക് ഇതിനൊക്കെ എന്ത് വിശദീകരണമാണുള്ളത്? ഒരു പാശ്ചാത്യ ചിന്തകൻ വിക്ടർ ഫ്രാങ്ക്ലെ പറഞ്ഞതുപോലെ, മനുഷ്യർക്ക് ഇന്ന് ജീവിക്കാൻ അർത്ഥമുണ്ട്, ജീവിതത്തിനാണ് അർത്ഥമില്ലാത്തത്. മോർ പീപ്പിൾ ടുഡേ ഹാവ് ദ മീൻസ് ടു ലിവ് ബട്ട് നോ മീനിങ് ടു ലിവ് ഫോർ. ഒരു ഭൗതികവാദിയുടെ അല്ലെങ്കിൽ നിരീശ്വരവാദിയുടെ കാഴ്ചപ്പാടിൽ മനുഷ്യർ അനുഭവിക്കുന്ന വേദനകളുടെയും രോഗങ്ങളുടെയും ദുരന്തങ്ങളുടെയും അർത്ഥമെന്താണ്? പ്രതിവിധി എന്താണ്? പരമാവധി അവർക്ക് പറയാൻ കഴിയുക ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഇവയെ നേരിടാനോ അതിൻ്റെ തീവ്രത കുറയ്ക്കാനോ ശ്രമിക്കണം എന്നാണ്. ഇവിടെയും മൗലികമായ ചോദ്യങ്ങളുണ്ട്. നാസ്തികതയുടെ ദൃഷ്ടിയിൽ ഇത്ര വില കൊടുത്ത് സംരക്ഷിക്കാൻ മാത്രം പരിണാമത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന മനുഷ്യജീവന് മറ്റു ജീവികൾക്കില്ലാത്ത എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? പരസ്പരം സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യേണ്ട സാമൂഹിക ജീവിയാണ് മനുഷ്യർ എന്നാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമെങ്കിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ മറ്റു മനുഷ്യരുടെ സഹായം തനിക്ക് ആവശ്യമുള്ളതുകൊണ്ട് താനും മറ്റുള്ളവരെ സഹായിക്കണം എന്നു മാത്രമാണ് അതിൻ്റെ പ്രയോജനവാദപരമായ അർത്ഥം. സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുക എന്നതൊക്കെ ഈ കാഴ്ചപ്പാടിൽ അർത്ഥശൂന്യമാണ്. സ്നേഹം, ദയ, കാരുണ്യം തുടങ്ങിയ മൂല്യങ്ങൾക്ക് സ്വന്തമായി അർത്ഥമോ നിലനിൽപ്പോ ഇല്ല. അതിനൊക്കെ അർത്ഥമുണ്ടാവുന്നത് സമൂഹത്തിലെ അംഗങ്ങൾക്ക് അവരുടെ ഭൗതിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അത് പ്രയോജനപ്പെടുന്ന സന്ദർഭങ്ങളിൽ മാത്രമാണ്. ശക്തമായ ജലപ്രവാഹത്തിലും മണ്ണൊലിപ്പിലും പെട്ട് കൈകാലുകൾ ചിതറിത്തെറിച്ചു പോയ മനുഷ്യരുടെ ശരീരാവശിഷ്ടങ്ങൾ അതിസാഹസികമായി കണ്ടെത്തി ഉചചാരപൂർവ്വം സംസ്കരിക്കുന്നതൊക്കെ നാസ്തികരുടെ ദൃഷ്ടിയിൽ
വ്യക്തികൾക്കോ സമൂഹത്തിനോ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലാത്ത വിഡ്ഢിത്തങ്ങൾ മാത്രം. ഇതൊന്നും നമ്മുടെ നാട്ടിലെ നാസ്തികർ തുറന്നു പറയാത്തത് പൊതുധാർമ്മികതയെ ഭയപ്പെടുന്നത് കൊണ്ട് മാത്രമാണ്. ദുരന്തമുഖത്ത് മതവിശ്വാസികൾ കർമ്മനിരതരാകുമ്പോൾ നാസ്തികരുടെ മുഖ്യമായ പണി സോഷ്യൽ മീഡിയയിൽ ദൈവത്തെ തെറിപറയലായി മാറുന്നത് മതവിരോധം കൊണ്ട് മാത്രമല്ല, ക്രിയാത്മകമായി എന്തെങ്കിലും ചെയ്യാനുള്ള ദർശനമോ ജീവിത വീക്ഷണമോ കയ്യിലില്ലാത്തത് കൊണ്ടുകൂടിയാണ്. അമേരിക്കയിൽ നടന്ന ഒരു സർവേയിൽ ദൈവത്തോട് ഉത്തരം കിട്ടുന്ന ഒരേ ഒരു ചോദ്യം ചോദിക്കാൻ അവസരം ലഭിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും ചോദിക്കുക എന്ന ചോദ്യത്തിന് ഏറ്റവും അധികം ആളുകൾ നൽകിയ ഉത്തരം എന്തുകൊണ്ട് ഭൂമിയിൽ ദുരിതവും കഷ്ടപ്പാടുകളും നിലനിൽക്കുന്നു എന്നതായിരുന്നു. വേദനകളെക്കുറിച്ച ഈ വേവലാതി ആധുനിക മനസ്സിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. വ്യക്തിസുഖം പരമപ്രധാനമായി മാറിയപ്പോൾ ചെറിയ വേദനകൾ പോലും മനുഷ്യർക്ക് താങ്ങാൻ പറ്റാതായി മാറിയിരിക്കുന്നു. ദുഃഖങ്ങളെയും വേദനകളെയും മനസ്സിലാക്കാനുള്ള ഒരു ജീവിത വീക്ഷണം അവർക്ക് നഷ്ടമായിരിക്കുന്നു. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ സുഖവും ദുഃഖവും സന്തോഷവും വേദനയും നന്മയും തിന്മയും നിറഞ്ഞതാണ് ഭൂമിയിലെ ജീവിതം. തിന്മയുണ്ടെങ്കിലേ നന്മയെന്താണെന്ന് തിരിച്ചറിയാൻ കഴിയൂ. ഇരുട്ടുണ്ടെങ്കിലേ വെളിച്ചത്തെ മനസ്സിലാക്കാനാവൂ. സമ്പൂർണമായ സുഖവും സമാധാനവും നീതിയും പുലരുന്ന ഇടമല്ല നശ്വരമായ ഈ ലോകം. അതങ്ങനെ അല്ലാത്തതുകൊണ്ടാണ് മനുഷ്യരുടെ ഭൂമിയിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കണക്ക് ചോദിക്കപ്പെടുകയും നീതി അതിൻ്റെ തികവിൽ പുലരുകയും ചെയ്യുന്ന ശാശ്വതമായ പരലോക ജീവിതം അനിവാര്യമായി തീരുന്നത്. തിന്മയും ദുഃഖവും വേദനകളും നിലനിൽക്കുന്നുവെന്നത് ദൈവം ഇല്ല എന്നതിന് തെളിവല്ല, ഭൂമിയിൽ അതെല്ലാം നിലനിൽക്കാൻ ദൈവം അനുവദിച്ചിരിക്കുന്നു എന്നതുകൊണ്ടാണ്. തിന്മയും നന്മയും നിലനിൽക്കുന്ന ലോകത്ത് മനുഷ്യന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ദൈവം നൽകിയിരിക്കുന്നു. ജീവിതത്തിലെ ഓരോ ചുവടുവെപ്പിലും മനുഷ്യർ ഏത് തിരഞ്ഞെടുക്കുന്നു എന്ന പരീക്ഷണമാണ് ജീവിതം. ഈ പരീക്ഷണത്തിൽ വിജയിക്കുന്നവർ ഇരു ലോകത്തും വിജയികളായി മാറുന്നു. നന്മയുടെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന കാലത്തോളം ജീവിതത്തിലെ പ്രത്യക്ഷത്തിലുള്ള പരാജയം പോലും മനുഷ്യർക്ക് വിജയമായി മാറും. വിശ്വാസി ഏൽക്കുന്ന ഒരു മുള്ളിൻ്റെ വേദന പോലും അയാളുടെ ഒരു പാപം അല്ലാഹു നീക്കിക്കൊടുക്കാൻ കാരണമാവുമെന്ന് നബിവചനമുണ്ട്. ദുഃഖത്തിലും സുഖം കണ്ടെത്താനും വേദനകളെയും ദുരിതങ്ങളെയും ക്ഷമയോടെയും പ്രത്യാശയോടെയും നേരിടാനും ഈ ജീവിത വീക്ഷണം മനുഷ്യരെ പ്രാപ്തരാക്കുന്നു. ദുഃഖങ്ങളും ദുരിതങ്ങളും നിറഞ്ഞതാണ് ജീവിതമെന്ന് പറയുമ്പോൾ അതൊക്കെ അതേപടി നിലനിൽക്കണം എന്നതാണ് ഇസ്ലാമിൻ്റെ നിലപാട് എന്ന് മനസ്സിലാക്കരുത്. അതിനോട് ഇടപെടുകയും സ്വന്തത്തിൻ്റെയും സഹജീവികളുടെയും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും മനസ്സിലാക്കാനും പരിഹരിക്കാനും പരിശ്രമിക്കുകയും ചെയ്യുക എന്നത് വിശ്വാസികളുടെ ബാധ്യതയായി അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നു. മനുഷ്യപ്രകൃതിയിൽ ദൈവം നിക്ഷേപിച്ച സഹജമായ ധർമ്മബോധത്തോടൊപ്പം സാമൂഹിക സേവനത്തിൻ്റെ ഈ പാഠം വിശ്വാസികളുടെ ബോധമണ്ഡലത്തിൽ സജീവമായി നിലനിൽക്കുന്നതുകൊണ്ടാണ് ദുരന്തഭൂമികളിലേക്ക് അവർ ഓടിയെത്തുന്നത്. തിന്മയ്ക്കെതിരായ നിരന്തരമായ പോരാട്ടമാണ് വിശ്വാസിയുടെ ജീവിതം. നന്മ നിലനിർത്തുക, തിന്മ തടയുക, അംറും ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകർ എന്നതാണ് പ്രവാചകന്മാരുടെയും വിശ്വാസി സമൂഹത്തിൻ്റെയും ജീവിത ദൗത്യമായി ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. തിന്മയുടെ നിർവചനത്തിൽ അനീതിയും ചൂഷണവും അധാർമികതയും ഉൾപ്പെടും. പീഡിതരും അടിച്ചമർത്തപ്പെട്ടവരുമായ സ്ത്രീ പുരുഷന്മാർക്കും കുട്ടികൾക്കും വേണ്ടി പോരാടാതിരിക്കുന്നതിന് നിങ്ങൾക്ക് എന്തുണ്ട് ന്യായം? ഖുർആൻ അധ്യായം 4 സൂക്തം 75 എന്ന് വിശ്വാസി സമൂഹത്തെ അള്ളാഹു ഉണർത്തുന്നുണ്ട്. ചില മനുഷ്യരെ കൊണ്ട് മറ്റു ചില മനുഷ്യരെ അള്ളാഹു പ്രതിരോധിച്ചില്ലായിരുന്നുവെങ്കിൽ ഭൂമിയാകെ താറുമാറാകുമായിരുന്നു. ഖുർആൻ സൂക്തം 2 അധ്യായം 251 എന്ന് ഖുർആൻ പറയുന്നതും ശ്രദ്ധേയമാണ്. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഭൂമിയിലെ മനുഷ്യജീവിതം ഒരു പരീക്ഷണമാണെന്ന് പറഞ്ഞല്ലോ. ഈ പരീക്ഷണത്തിൻ്റെ മറ്റൊരു മുഖമാണ് ദുഃഖങ്ങളും ദുരിതങ്ങളും. കഷ്ടപ്പാടുകളെ മനുഷ്യരെങ്ങനെ സമീപിക്കുന്നു എന്നതാണ് പരീക്ഷണത്തിൻ്റെ ഒരു തലം. ദൈവമുണ്ടെങ്കിൽ ദൈവം എന്തുകൊണ്ട് ദുരന്തങ്ങൾ തടയുന്നില്ല എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഒരാൾക്ക് ദൈവനിഷേധിയാവാം. താൻ ചിന്തിക്കുന്നത് പോലെയാണ് ദൈവം പ്രവർത്തിക്കേണ്ടത് എന്ന അഹന്തയും അജ്ഞതയുമാണ് ഈ നിലപാടിന് പിന്നിൽ. ദൈവത്തിൻ്റെ യുക്തി മനുഷ്യൻ്റെ അറിവിനും യുക്തിക്കും അപ്പുറമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവവിധിക്ക് മുന്നിൽ വിനീത വിധേയരാവുക എന്നതാണ് മറ്റൊരു നിലപാട്. വേദനകളും ദുരിതങ്ങളും നീക്കിത്തരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തന നിരതരാവുകയും ചെയ്യുക. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ പ്രയാസങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും പല അർത്ഥങ്ങളുമുണ്ട്. തനിക്കറിയാത്ത എന്തോ ഒന്ന് ദൈവം അതിലൂടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവാം. തന്നെ പരീക്ഷിക്കുകയാവാം, വേദനകളിലൂടെ സ്ഫുടം ചെയ്തെടുക്കുകയാവാം, പുതിയ ജീവിത പാഠങ്ങൾ പകർന്നു നൽകുകയാവാം, സഹജീവികളുടെ വേദനയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാവാം. താൻ ഇതിനെ ക്ഷമയോടെ നേരിട്ടാൽ ഈ ലോകത്തില്ലെങ്കിൽ മറ്റൊരു ലോകത്തെങ്കിലും തനിക്ക് വിജയമുണ്ടെന്നുറപ്പ്. നിത്യവേദനകളുമായി ജീവിക്കുന്ന മനുഷ്യർക്ക് ഇതിനേക്കാൾ പ്രതീക്ഷാ നിർഭരമായ ഒരു ജീവിത വീക്ഷണം മറ്റെന്താണുള്ളത്? കഷ്ടപ്പാടുകൾ അത് അനുഭവിക്കുന്നവർക്ക് മാത്രമല്ല പരീക്ഷണമായി മാറുന്നത്. അതിലേറെ അത് സമൂഹത്തിലെ മറ്റു മനുഷ്യർക്കുമുള്ള പരീക്ഷണമാണ്.
സഹജീവികളുടെ ദുഃഖങ്ങളോട് അവർ നിസ്സംഗരാവുമോ അതോ അവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി കർമ്മസജ്ജരാവുമോ? അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ചുണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന നബിവചനം പ്രസിദ്ധമാണ്. അനാഥകളെ ആട്ടിയകറ്റുന്നവരെയും അഗതികൾക്ക് അന്നം നൽകാൻ പണിയെടുക്കാതിരിക്കുന്നവരെയും മതനിഷേധികളായിട്ടാണ് ഖുർആൻ ചിത്രീകരിക്കുന്നത്. അധ്യായം 107 സൂക്തം 1 മുതൽ 3 വരെ. പള്ളികളിലും മദ്രസകളിലും മതപ്രഭാഷണങ്ങളിലും മുസ്ലിങ്ങൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഉത്ബോധനങ്ങളാണ് ജനസേവന പ്രവർത്തനങ്ങളായി പരാവർത്തനം ചെയ്യപ്പെടുന്നത്. ഏതു ദുരന്തത്തിനും ഒരു ഗുണവശം കൂടി ഉണ്ടായിരിക്കും. ഒരു വശത്ത് മനുഷ്യർ കൂട്ടത്തോടെ മരിക്കുകയും സമ്പാദ്യങ്ങൾ തുടച്ചു നീക്കപ്പെടുകയും ചെയ്യുമ്പോൾ, മറുവശത്ത് ദുരിതബാധിതർക്ക് വേണ്ടി മനുഷ്യർ ജാതി മതഭേദമന്യേ കൈകോർക്കുന്നു. വെറുപ്പിനും വിദ്വേഷത്തിനും തൽക്കാലത്തേക്കെങ്കിലും അവധി കൊടുക്കുന്നു. ദുരന്തമുഖത്തും വിദ്വേഷം വമിക്കുന്നവരെക്കുറിച്ച് പറയാതിരിക്കുകയാവും ഭേദം. മനുഷ്യരുടെ നിസ്സഹായതയെക്കുറിച്ച് ദുരന്തങ്ങൾ നിരന്തരം ഓർമ്മപ്പെടുത്തുന്നു. ദുരന്തഭൂമിയിൽ മതഭേദമന്യേ മനുഷ്യർ ഒരുമിച്ച് നിൽക്കുന്നത് മാനവികതയുടെ വിജയമാണ് എന്നൊക്കെ നാസ്തികരും ഭൗതികവാദികളും പറഞ്ഞേക്കും. മതങ്ങൾ പരസ്പരം വെറുക്കാനാണ് പഠിപ്പിക്കുന്നത് എന്ന സെക്യുലർ പൊതുബോധത്തിൽ നിന്നാണ് ഈ വാദമുയരുന്നത്. മതവിശ്വാസികളുടെ മാനവികതയ്ക്ക് ദൈവവിശ്വാസത്തിൻ്റെ അടിത്തറയുണ്ട്. ഭൗതികവാദികളുടെ മാനവികതയുടെ അടിത്തറ എന്താണ്? നേരത്തെ പറഞ്ഞ പ്രയോജനവാദമല്ലാതെ. കഷ്ടപ്പാടുകളെ മനസ്സിലാക്കാനും അഭിമുഖീകരിക്കാനും എന്ത് ജീവിത ദർശനമാണ് അവർ മനുഷ്യർക്ക് നൽകുന്നത്? നിത്യദുരിതത്തിൽ ആണ്ടുകിടക്കുന്ന മനുഷ്യർക്ക് പ്രതീക്ഷയുടെ എന്ത് സന്ദേശമാണ് അവർക്ക് കൈമാറാൻ കഴിയുക? സഹജീവികളുടെ ദുഃഖങ്ങൾ അകറ്റാൻ മാനവികത എന്ന പൊള്ളയായ ഒരു വാക്കല്ലാതെ അതിനെ സാർത്ഥമാക്കുന്ന എന്ത് പ്രചോദനമാണ് അവരുടെ ജീവിത ദർശനത്തിൽ ഉള്ളത്? ഈ നിസ്സഹായത കൊണ്ട് കൂടിയല്ലേ കൊറോണ വരുമ്പോഴും പ്രകൃതി ദുരന്തം വരുമ്പോഴും ദൈവത്തെ പഴിപറഞ്ഞ് നാസ്തികർക്ക് കാലം കഴിക്കേണ്ടി വരുന്നത്? ത്യാഗമെന്ന വാക്കിന് അർത്ഥം കണ്ടെത്താൻ കഴിയാത്തവർക്ക് ജനസേവനം ഒരു പാഴ്വാക്കോ പാഴ്വേലയോ മാത്രമാണ്.